ഒരു ബാങ്കിൻ്റെയും സഹായമില്ലാതെ കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് 1 കോടി രൂപ കൊണ്ടുപോകാൻ സാധിക്കുമോ? സാധിക്കും. അതാണ് ഹവാല ട്രാൻസാക്ഷൻസ്. സിനിമയിലൂടെ ഒരുപാട് കേട്ടുപരിചിതമായ ഹവാല ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി കേരളത്തിലെത്തി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സ്ഥലം 2 കോടി രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. ഈ 2 കോടി രൂപയിൽ ടാക്സ് ഒഴിവാക്കാനായി 1 കോടി രൂപ മാത്രമാണ് അദ്ദേഹം ആധാരത്തിൽ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കോടി രൂപ മാത്രമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 1 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ റിസീവ് ചെയ്തയാൾ ബാക്കി 1 കോടി രൂപ ക്യാഷായി സ്വീകരിച്ചു. ഈ ക്യാഷ് ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലുള്ളൊരു അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ ഇതിൻ്റെ സോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് ഈ പൈസ ഇന്ത്യയിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനോ ഈ പൈസ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനോ സാധിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പൈസ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ഹവാല റൂട്ട് സ്വീകരിക്കുന്നു. ഈ ക്യാഷായി ലഭിച്ച തുക ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം കേരളത്തിലുള്ള ഒരു ഹവാല ഓപ്പറേറ്ററെ കാണുകയും ഈ 1 കോടി രൂപയും അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എന്താണോ അതും കൂടെ ആളെ ഏൽപ്പിക്കുന്നു. ഇവിടെ പൈസ സ്വീകരിച്ച ശേഷം ഈ ഹവാല ഓപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള പാർട്ട്ണറുമായി സംസാരിച്ചിട്ട് നമ്മുടെ ഈ ട്രാൻസാക്ഷൻ നടത്തിയ വ്യക്തി ദുബായിൽ എത്തുമ്പോഴത്തേക്ക് ആൾക്കോ അല്ലെങ്കിൽ ആൾ പറയുന്ന വ്യക്തിക്കോ ഇതിന് തത്തുല്യമായ പൈസ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ഇയാൾ മേടിച്ച പൈസ ഒരിക്കലും ഇന്ത്യ വിട്ട് പുറത്ത് പോകുന്നില്ല. അതിവിടെ ഇന്ത്യയിൽ തന്നെ കാണും. ഇതിന് ഈക്വലിൻ്റെ ഒരു എമൗണ്ട് ദുബായിൽ അറേഞ്ച് ചെയ്ത് ആൾ എത്തിച്ചു കൊടുക്കുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഹവാല ട്രാൻസാക്ഷനിലൂടെ നിങ്ങൾ പണം അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിലൂടെ ഇന്ത്യയിൽ നിങ്ങൾ ഗുരുതരമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ബ്ലാക്ക് മണി ആക്ട്, ഫെമ, ഇൻകം ടാക്സ് ആക്ട് തുടങ്ങിയ പല നിയമങ്ങളുടെയും നിയമ നടപടികൾക്ക് നിങ്ങൾ വിധേയരാകേണ്ടി വരും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, റവന്യൂ ഇന്റലിജൻസ്, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ പല അന്വേഷണ ഏജൻസികളുടെയും അന്വേഷണങ്ങൾക്ക് നിങ്ങൾ വിധേയരാവേണ്ടി വരും. അതോടൊപ്പം തന്നെ വലിയ പിഴ ഒടുക്കേണ്ടി വരികയും സ്വത്ത് കണ്ടുകെട്ടുകയും ചിലപ്പോൾ ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഹവാല ട്രാൻസാക്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പണം യാത്ര ചെയ്യില്ല, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ജയിലിലേക്ക് യാത്ര ചെയ്യേണ്ടി വരാം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്